IGP വിജയന് ADGP ആയി സ്ഥാനക്കയറ്റം. പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം. എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സസ്പെൻഷനിലായിരുന്ന പി വിജയനെ കഴിഞ്ഞ വർഷം നവംബറിൽ ആണ് തിരിച്ചെടുത്തത്. ഹരി മോഹൻ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അമൃത, നമുക്കറിയാം എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് IGP വിജയനെ നേരത്തെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നുള്ളൊരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജയനെ സസ്പെൻഡ് ചെയ്തത്. 5 മാസത്തോളം അദ്ദേഹം സസ്പെൻഷനിൽ തുടർന്നു. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു സസ്പെൻഷൻ, അത് നവംബറിൽ വരെ തുടർന്നു. ഈ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വിശദീകരണമൊന്നും വിജയനോട് ചോദിച്ചിരുന്നില്ല, പി വിജയനോട് ചോദിച്ചിരുന്നില്ല എന്നൊക്കെയുള്ളത് വലിയ വിവാദമായിരുന്നു. പക്ഷേ എങ്കിലും സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ നവംബറിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അങ്ങനെ നവംബറിൽ തന്നെ അദ്ദേഹം സർവീസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. IGP വിജയൻ ഇനി മുതൽ ADGP പി വിജയനായിരിക്കും. അദ്ദേഹത്തിന് കേരള പോലീസ് അക്കാദമിയിലെ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമനം നൽകിയതായിട്ടുള്ള ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെ പി വിജയനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോയത്. സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തിന് മേലുള്ള വകുപ്പ് തല അന്വേഷണം തുടരും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ഇത് അവസാനിച്ചതായി ഇതുവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനിടയ്ക്ക് ഇപ്പോൾ സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്. അമൃത. ഹരിമോഹനാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.